ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാനിത് എങ്ങോട്ടാണ് പോകുകയെന്ന് വെച്ചാൽ മിക്ക വർഷങ്ങളിലും പോകാറുള്ള പോലെ തന്നെ ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണേ. എല്ലാ വർഷവും പോകാൻ പറ്റാറില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം പോകാൻ പറ്റാതിരുന്നതുകൊണ്ട് തന്നെ ഈ വർഷം ചേട്ടനില്ല കേട്ടോ. ചേട്ടൻ്റെ ഒപ്പം അല്ല ഞാൻ പോണത്, ബ്രദറും എൻ്റെ അമ്മയും അമ്മുമ്മയും ആൻറ്റിയൊക്കെ ഇട്ടാണ് പോണേ. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സിന് തന്നെയാണ് കേട്ടോ പോകുന്നത്. ട്രെയിനിന് ഇതുവരെ പോകാത്തതുകൊണ്ട് ട്രെയിനിന് പോകാനൊരാഗ്രഹമുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ട്രെയിനിന് പോണതാണ് സുഖം, അതാണ് നല്ലതെന്ന്. പക്ഷേ കൂടുതലും എനിക്ക് ബസ്സിന് പോകാനാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി നിന്നൊക്കെ പോകാമല്ലോ. അപ്പോൾ രാവിലെ 7:30 ആയപ്പോൾ പുറപ്പെട്ട് ഭരണങ്ങാനത്ത് എത്താൻ ലേറ്റ് ആയതുകൊണ്ടും വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. 11 മണിയോട് കൂടി ഭരണങ്ങാനത്ത് എത്തിയിട്ടാണ്. സാധാരണ ഭരണങ്ങാനത്ത് എത്തിയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇതിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. എനിക്കിങ്ങനെ പള്ളികളിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ബ്ലെസ്സിങ്ങും ഒരു മനസ്സമാധാനമൊക്കെ കിട്ടിയ ഒരു ഫീലാണ് കേട്ടോ എപ്പോഴും. ഇനി ആരാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണേ. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്നറിയപ്പെടുന്ന അന്നംകുട്ടി മുട്ടത്തുപാടം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയും കൂടെയാണ് കേട്ടോ വിശുദ്ധ അൽഫോൻസാമ്മ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.